പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമുക്കറിയാം A:B എന്ന് പറഞ്ഞാൽ A/B ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? n-1p3 ഡിവൈഡഡ് ബൈ np4 ഈക്വൽ ടു 1:9 നമുക്ക് 1/9 എന്ന് എഴുതാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 9 ഇൻറ്റു n-1p3 ഈക്വൽ ടു 1 ഇൻറ്റു np4 എന്ന് വരും. ഇതിനെ നമ്മൾ പെർമ്യൂട്ടേഷന്റെ ഫോർമുല കൊടുക്കുന്നത് നമുക്ക് എളുപ്പമുള്ള ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്കറിയാം n-1p3 എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ? ഫസ്റ്റ് 1 n-1 എഴുതണം. അതിനേക്കാൾ ഒന്നുകൂടെ കുറഞ്ഞ് n-2 വരും. ഒന്നുകൂടെ കുറയുമ്പോൾ n-3 വരും. ഫസ്റ്റ് നമ്പർ കിട്ടും. കാരണം ഈ n-1 എഴുതിയിട്ട് 3 നമ്പർ നമ്മൾ കുറച്ച് എഴുതണം. ഇവിടെ അതുപോലെ എന്ത് വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു n വരും, n-1 വരും, n-2 വരും, n-3 വരും. കാരണം ഇവിടെ നമ്പർ 4 ആണ്. അപ്പൊ 1, 2, 3, 4. ഇനി നിങ്ങൾ നോക്കിക്കേ, ഏതൊക്കെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ വരുന്നെല്ലാം ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ ഈ n-1ഉം n-1ഉം വെട്ടിപ്പോയി, n-2ഉം n-2ഉം വെട്ടിപ്പോയി, n-3ഉം n-3ഉം വെട്ടിപ്പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു n = 9.